ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാർലേജിയുടെ ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ഒരു 14 ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അത് മുറിച്ച് ഇതുപോലെ ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3/4 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ ചേർക്കുന്നെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. നമുക്ക് പാൽ ചേർക്കാൻ വേണ്ടിയാണ്. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് പാലെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഒരു 3/4 കപ്പ് പാൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്ന ബിസ്ക്കറ്റ് മിക്സറിൻ്റെ ഒരു 3/4 ഭാഗം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടി നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തപ്പോൾ നന്നായിട്ട് മിക്സായി വരാഞ്ഞതുകൊണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം തണുപ്പിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ നല്ല തിക്കായി നമുക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് നേരത്തെ കോൺഫ്ലോർ കലക്കി വെച്ചിരുന്ന പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയെടുക്കാം. ഇത് നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ചെറിയ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തണുത്തിട്ട് ഒഴിക്കുവാണെങ്കിൽ ഒത്തിരി കട്ടിയായി പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഏത് മോൾഡാണോ വേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പുഡിംഗ് മിക്സ് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ മിക്സ് എടുക്കാം. ബിസ്ക്കറ്റ് മിക്സ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് പാല് ചേർത്ത് ലൂസാക്കിയെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. തണുത്തിരിക്കുന്ന പുഡിംഗ് മിക്സിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോഴും സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.